PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിട്ടത്. കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമാവുകയാണ്. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടിരിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കേരളം. വിദ്യാഭ്യാസ സെക്രട്ടറി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. തടഞ്ഞുവെച്ച ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം. PM ശ്രീയിൽ ഒപ്പുവെച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ. കേരളം വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പുവെച്ചത്. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടു. ഇത് സംബന്ധിച്ച് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുകയാണ്. എന്തായാലും PM ശ്രീ ആണല്ലോ മാധ്യമങ്ങളിലാകെ ചർച്ച. രാഷ്ട്രീയക്കാരും അത് ഏറ്റെടുത്ത് വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. ഇനി എന്റെ ചോദ്യം ഇത് കേൾക്കുന്നവരോടാണ്. എന്താണ് PM ശ്രീ? ഇന്നലെ വരെ എന്തുകൊണ്ട് കേരളം PM ശ്രീ നടപ്പിലാക്കിയില്ല? PM ശ്രീയിൽ ഇന്ന് കേരളത്തിന് വന്ന സമീപനത്തിലെ വ്യത്യാസം എന്താണ്? ഈ നിസാര ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായ മറുപടി തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ അതറിയണം. ഒരു ബ്ലോക്കിൽ 2 വീതം സ്കൂളുകൾ തെരഞ്ഞെടുത്ത് മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുന്നതിനാണത്രേ ഈ പദ്ധതി. അങ്ങനെ രാജ്യത്തുടനീളം 14,500 PM ശ്രീ സ്കൂളുകൾ ഉണ്ടാകും. ഇതിനുവേണ്ടി 18,128 കോടി രൂപ കേന്ദ്ര സർക്കാർ 5 വർഷത്തേക്കായി വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾ 9,232 കോടി രൂപ, അതായത് 40% ചെലവഴിക്കണം. മറ്റു പല കേന്ദ്ര പദ്ധതികളിലും എന്ന പോലെ ഈ പദ്ധതിയിലും ബ്രാൻഡിംഗ് ഒരു പ്രധാന വിഷയമാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ PM ശ്രീ പദ്ധതിയുടെ ബോർഡ് പതിക്കണം. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകളെയാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ 2 കോടി രൂപയാണ് 5 വർഷം കൊണ്ട് സംസ്ഥാന വിഹിതമടക്കം ഈ സ്കൂളിന് ലഭിക്കുന്നത്. ഒരു അധ്യയന വർഷം കിഫ്ബി വഴി കേരളം സ്കൂളുകളിൽ ചെലവഴിക്കുന്ന തുക എത്രയെന്നറിയാമോ? 500 കുട്ടികളുള്ള സ്കൂളുകൾക്ക് 1 കോടി, 1000 കുട്ടികളുള്ള സ്കൂളുകൾക്ക് 3 കോടി. മണ്ഡലത്തിൽ ഒരു സ്കൂളിന് MLA യുടെ നിർദ്ദേശപ്രകാരം 5 കോടി. ഇതാണ് കേരളത്തിന്റെ ബദല്. PM ശ്രീ പദ്ധതിയിലൂടെ കേന്ദ്രം വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ കേരളം എത്രയോ മുന്നേ നേടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബിയുടെ സഹായത്തോടെ നാം നേടിയ നേട്ടങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളം സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ലോകോത്തര നിലവാരത്തിൽ നവീകരിക്കപ്പെട്ട സ്കൂളുകൾക്ക് മുന്നിൽ PM ശ്രീ എന്ന ബോർഡ് വയ്ക്കുന്നതിൽ യുക്തിയൊന്നുമില്ല. കൈ നനയാതെ മീൻ പിടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് നാം നിന്നു കൊടുക്കേണ്ടതില്ലല്ലോ. മറ്റൊന്ന്, RSSന്റെ അടുക്കളയിൽ വികസിപ്പിച്ചെടുത്ത ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നുള്ളതാണ്. RSSന്റെ വർഗീയ അജണ്ടയെ ഒളിച്ചുകിടത്തുന്ന പാഠ്യപദ്ധതി ഉൾപ്പെടെ പരിഷ്കരിക്കുന്ന വിദ്യാഭ്യാസ നയത്തെ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ നിലപാടിൽ നിന്നും ഇടതുപക്ഷമോ CPM പിന്നോട്ട് പോയെന്ന് സ്ഥാപിക്കാൻ മാധ്യമ വിശകലനങ്ങൾക്കപ്പുറം മറ്റൊന്നും നമുക്ക് ലഭ്യവുമല്ല. ഗവർണറുടെ അധികാരം ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ മതേതരത്വത്തിന് മേൽ കടന്നുകയറാനുള്ള RSS നീക്കത്തെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചു ചേർത്ത വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയുമാണ് കേരളത്തിനുള്ളത്. കേരളത്തിന്റെ ഈ തീരുമാനത്തോട് കേന്ദ്രം പ്രതികരിച്ചത് എങ്ങനെയാണ്? അതാണ് മാധ്യമങ്ങൾ നമ്മളോട് പറയാത്തതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും. നമ്മുടെ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഫണ്ടാണ്. അത് കേരളത്തിനൊരു വിദ്യാഭ്യാസ നയമുണ്ട്, പണ്ട് മുതലുള്ളൊരു നയമാണ്. ആ നയത്തിൽ നിന്നൊന്നും നമ്മൾ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഈ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് മാത്രം ചെലവഴിക്കാനുള്ള ഫണ്ടല്ലല്ലോ. ഇവിടെ ഇപ്പോൾ AC വിദ്യാർത്ഥികളുടെ പ്രശ്നം, അതിൽ ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രശ്നം, അവരുടെ ഹോസ്റ്റലിൻ്റെ പ്രശ്നം, ഭക്ഷണത്തിൻ്റെ പ്രശ്നം, യാത്രയുടെ പ്രശ്നം, പാഠപുസ്തകം പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം, അങ്ങനെ 7,000-ഓളം വരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിൻ്റെ പ്രശ്നം. അതൊന്നും ഈ ഫണ്ട് കൂടെ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്താലാണ് ഈ ശമ്പളം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ കൃഷി വകുപ്പ് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ഈ ഫണ്ടെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും അർഹതപ്പെട്ടതാണല്ലോ. നമ്മളെന്തിനാണ് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത്? നിയമപരമായ അല്ലാത്ത കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ അത് നടപ്പിലാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഫണ്ട് വാങ്ങി ചെലവഴിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര മാനദണ്ഡ പ്രകാരം കേരളത്തിന് കിട്ടുമായിരുന്നത് 150 മുതൽ 200 കോടി രൂപ വരെയാണ്. ഈ നഷ്ടം നികത്താൻ കേരളത്തിന് സ്വന്തം വരുമാനം കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കേരളം കീഴടങ്ങിയില്ലെന്ന് കണ്ട കേന്ദ്രം ഗുണ്ടാ സമീപനമാണ് സ്വീകരിച്ചത്. ഈ പദ്ധതിയുടെ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലെ SSA ഉൾപ്പെടെ മുഴുവൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെയും ഫണ്ട് തടഞ്ഞുവെച്ചു. കേരളം ചെലവാക്കിയ 1,500 കോടി രൂപയാണ് ഇതോടെ നമുക്ക് നഷ്ടമാകുന്നത്. ഇത്രയും ഭീമമായ തുക വേണ്ടെന്ന് വെക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതിയിലാണോ കേരളം? ഇപ്പോൾ SSAയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് അധ്യാപകരുടെ ഭാവി എന്താകും?
ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വേണ്ടെന്നു വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ അത് എങ്ങനെ ബാധിക്കും? അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർത്തുകൊണ്ട് സംസ്ഥാനത്തിന് ന്യായമായും ലഭിക്കേണ്ട വിഹിതങ്ങൾ വാങ്ങിയെടുക്കുമെന്നതാണ് കേരളത്തിന്റെ നിലപാട്. ഇതെങ്ങനെ സാധിക്കുമെന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് ഉത്തരം. ഒരു വീടിന് മുന്നിലും ഒരു ബ്രാൻഡിങ്ങും കേരളം അനുവദിച്ചിട്ടില്ല. ഇനി മറ്റൊരു കണക്ക് പറയാം. PM ശ്രീ അലോക്കേഷനെ സംബന്ധിച്ച ചോദ്യത്തിന് രാജ്യസഭയിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നൽകിയ ഉത്തരത്തിന്റെ വിശദാംശങ്ങളാണിത്. PM ശ്രീയിൽ കർണാടകത്തിന് 2023-24 കിട്ടിയത് 26.4 കോടി രൂപ, 2024-25 31.4 കോടി രൂപ, തെലങ്കാന 2023-24 59.8 കോടി രൂപ, 2024-25 147.97 കോടി രൂപ, ഹിമാചൽ പ്രദേശ് 2024-25 67.68 കോടി രൂപ. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാതൊരു എതിർപ്പും ഉന്നയിക്കാതെ ഈ പണം വാങ്ങി കീശയിലിട്ടിട്ട് കേരളത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിൽ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത്?